മറ്റെല്ലാ ധ്യാനകേന്ദ്രങ്ങളും പോലെ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ പറയുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് തെറ്റാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതല്ല, കൃപാസനത്തിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുണ്ട്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നിങ്ങൾക്ക് അടയാളം നൽകിക്കൊണ്ട് സ്ഥിരീകരിച്ച് ദൈവവും നിങ്ങളുമായിട്ട് ബയലായിട്ട് ഉടമ്പടി ഉണ്ടാക്കി ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് നിങ്ങൾ വളർത്തി നിലനിർത്തി അത് നിങ്ങളെക്കൊണ്ട് വചനം പാലിക്കാൻ നിങ്ങൾക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകി. അങ്ങനെ പാലിക്കുന്നതിലൂടെ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി. അത് നിത്യത വരെ നിങ്ങൾക്ക് ഹാർവസ്റ്റിംഗ് ഉണ്ടാകുന്ന ഒരു ബൃഹത്ത് പദ്ധതിയാണ്. അതാണ് കൃപാസനം വന്നിട്ടുണ്ട്. കൃപാസനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെന്ന്. പക്ഷേ കൃപാസനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് ദൈവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം 89 എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഞാനീ പുത്തമ്പാന അമ്മാനം ദേവാസ്തപടിക്കാരൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ കൃപാഭവനത്തിൻ്റെ ആ ആഭിമുഖ്യത്തിലെ തുമ്പോളിയിൽ ഇന്ന ശുശ്രൂഷകൾ നടന്നു എന്ന് പറഞ്ഞൊരു പത്രക്കുറിപ്പ് എഴുതിക്കൊണ്ട് പോയി. പത്രത്തെ വന്നപ്പോഴാണ് ഞാൻ അറിയണത് കൃപാഭവനാണ്. അപ്പോൾ ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞു കൃപാഭവനല്ല കൃപാസനം എന്ന് പറഞ്ഞു. അന്നാണ് കൃപാസനം ആകണത്. ഇത് ശരിക്കും പറഞ്ഞു 89 കൃപാഭവനല്ല കൃപാസനം. അപ്പോൾ കൃപാസനം എന്താണെന്ന് അപ്പോഴും എനിക്കറിയത്തില്ല. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ തന്ന പേര് അതിനുശേഷമാണ് കൃപാസനം വാഗ്ദാന പേടകമാണെന്ന് മനസ്സിലാകണത്. അതിനുശേഷമാണ് കൃപാസനം ഉടമ്പടിയാണ് കണക്റ്റാകണത് മനസ്സിലാകണത്. അതിനുശേഷം മാതാവ് കൃപാസനം തന്നെയാണെന്ന് മനസ്സിലാകണത്. അതെല്ലാം അതിനുശേഷം ഉള്ള ഒരു വലിയ യാത്രയിലാണ് ഇതെല്ലാം ദൈവം എൻ്റെ കണ്ടശ ഇങ്ങനെ വെളിപ്പെടുത്തി നൽകണത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം, ദൈവികമായ ഒരു പദ്ധതിയുടെ കൂടെ സഞ്ചരിക്കുന്നവർ മാത്രമാണ് നമ്മൾ, ഞാനും നിങ്ങളും. ദൈവം സ്വരുക്കുഴിയെടുത്തൊരു പദ്ധതിയുടെ കൂടെ സഞ്ചരിപ്പുകാരാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഉദ്ദേശം ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണവരെ നമ്മളിതിൻ്റെ വിഷയത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം വിചാരിക്കണത്. നിങ്ങളെ ഉടമ്പടിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലുതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജോസ്മിയുടെ അനുഭവത്തിൻ്റെ അവസാനത്തെ ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. ജോസ്മി അവസാനം നിക്കക്കളിയില്ലാതെ തകർന്നരിപ്പണമായി കഴിഞ്ഞപ്പോൾ ജോസ്മി ആ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ഉടമ്പടി പുതുക്കി ഇവിടെ ആൾത്താരെ നിൽക്കും. അപ്പോഴെന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസ്മിക്ക് തോന്നും അച്ഛൻ്റെ അടുത്ത് ഈ പാല് കൊടുക്കണ ഒരു രീതി, കുഞ്ഞിന് ഇവന് ഭയങ്കരമായ ഒരു ഭഗീരഥ പ്രയത്നമാണ്, അതൊന്ന് അച്ഛനെ കാണിക്കണമെന്ന് തോന്നി. ഇങ്ങനെയാണ് പാല് കൊടുക്കണത്, ഇത് എങ്ങനെ ഈ കൊച്ചു ജീവിച്ചിരിക്കുമോ, ഇനി ഇത് മരുന്നൊന്നുമില്ല, ഡോക്ടറും കൈവിട്ട് നിങ്ങൾ തഞ്ചത്തിൽ കൊടുക്കാഞ്ഞിട്ടാണെന്ന് പറയുമ്പോൾ ജോസ്മി പറയും ഞാൻ കാണിക്കുന്ന കൺസേണിനെ കുറിച്ച് പോലും ഡോക്ടറിന് ഒരു ഐഡിയ ഇല്ലല്ല എന്ന്. ഇപ്പോൾ ഒരു ആ ചാപ്റ്ററോടെ വെച്ച് മെഡിസിൻ ചാപ്റ്റർ ക്ലോസ് ചെയ്യും അവർ. ഇത് അമ്മയുടെ അടുത്ത് വന്ന് നിന്നിട്ട് അമ്മയോട് അതെന്ന് പറയും, അമ്മ എടുത്ത് എന്നോട് പറഞ്ഞു അച്ഛാ ഈ കുഞ്ഞിനെ ഒന്ന് അമ്മയെ കാണിക്കുവാന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ഒരു വിഷയം മാത്രമല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്നും പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുഞ്ഞ് കാണിക്കുന്ന വെബ്രാളങ്ങളില്ലേ, പാല് കൊടുക്കുമ്പോൾ പ്രോട്ടീൻ അലർജിയുള്ള കുഞ്ഞ് കാണിക്കുന്ന വെബ്രാളങ്ങളെ ആണ് ഈ ഉടമ്പടി ഈ മൊബൈലിൽ വീഡിയോ എടുത്തിരിക്കണത്. അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഈ വെബ്രാളം കണ്ട കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ട് അമ്മയെ കാണിക്കും. എനിക്ക് തോന്നി ഞാനൊരു പഠിക്കണ കാലത്ത് തന്നെ ഞാൻ കോളേജിൽ യുക്തിവാദ സംഘടന ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് ആ വിഷയം യുക്തിപരമായിട്ടാണ് ഞാൻ വിഷയങ്ങളെ പണ്ടും കണ്ടുകൊണ്ടിരുന്നത്. ഈ വിശ്വാസം എന്ന് പറയണത് ഒരു ലെവൽ കഴിയുമ്പോൾ അത് കംപ്ലീറ്റ് യുക്തിയുടെ മേഖലയിലേക്ക് പ്രവേശിക്കും. കാര്യം എന്താണ്, അപ്പൻ ദൈവവും നമ്മളുള്ള ബന്ധമാണ് എൻ്റെ യുക്തി എന്ന് പറയണത്. ആധ്യാത്മിക യുക്തി എന്ന് പറയണത് അത് യുക്തി തന്നെയാണ്, അല്ല വിശ്വാസമല്ല. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം. ഞാൻ പറയും അമ്മേ, വേറൊരു അമ്മയാണ് ഈ കിടന്ന് ഈ കൊച്ചിന് 2 കൊല്ലമായിട്ട് തകരണത്. ഇതിങ്ങനെ കാണിക്കും ഞാൻ രൂപത്തെ. അപ്പം ചിലരൊക്കെ പറയില്ല ഇതൊക്കെ എന്താ ഈ രൂപമാണ്, രൂപത്തെ ഇത് കാണിക്കണം, വിഗ്രഹാരാധനയല്ലേ, മണ്ണം കണ്ട അവന്മാർക്കൊക്കെ ഒരു ബോധമില്ല, അറിവില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അറിവില്ലാതെ കുറേ അണ്ണന്മാർ അത് ആനകൂനെന്നൊക്കെ പറയും. വിശ്വാസം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനപരം എന്ന് പറയണത് ദൈവത്തോട് ആത്മബന്ധത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന വിവേചനമാണത്. ഞാൻ അമ്മയുടെ രൂപത്തെ കാണിക്കുമ്പോൾ അമ്മ ഡയറക്റ്റ് ഇത് കാണാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് എക്സ്പ്ലിസിറ്റ് ആയില്ലേ അവിടെ. ഞാൻ ഈ മൊബൈൽ അമ്മയെ കാണിക്കും, ഇവിടെ നിന്നിട്ട് അമ്മയെ കാണിക്കും. കാര്യം ഈ കുഞ്ഞിന് വേറെ ഇനി മാർഗ്ഗമില്ല, ഞങ്ങളുടെ മെരിറ്റെല്ലാം പോയെന്ന് പറയും.
ഞങ്ങളുടെ മെരിട്ടെല്ലാം തീർന്നു. ഇനി ഞങ്ങൾക്ക് അവലംബങ്ങളിൽ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ അവലംബമില്ല. കുഞ്ഞിനെ തന്ന നീയാണെങ്കിൽ നീ മാത്രമേ അവസാനത്തുള്ള അഭയമുള്ളൂ. ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് ഇവർക്ക് കൊടുക്കണമെങ്കിൽ ഞാൻ ഈ സൈത്ത് എടുത്തിട്ട് ആ വിഷയത്തിലൊരു കുരിശിട്ട് മൊബൈലിലൊരു കുരിച്ചിട്ട് ഇവർക്ക് കൊടുക്കും. ഇവർ ഒരു 5 മിനിറ്റ് നടന്ന് അവിടെ ചെന്ന് കാണും. ഇവർ ആദ്യമായിട്ടും കുഞ്ഞ് പറയും എനിക്ക് ഞാഞ്ഞ വേണമെന്ന് പറയും. ഞാഞ്ഞെന്ന് പറഞ്ഞാൽ എന്താ, കരിക്കാണേ. കുഞ്ഞിന് ഭക്ഷണം കാണുമ്പോൾ ഓടണ കൊച്ചാ. വായി കുത്തി കയറ്റിയാൽ കുഞ്ഞിനെ അവസാനം നിരത്തിട്ട് എറിയേണ്ടി വരും. ആ അവസ്ഥയിൽ കുഞ്ഞ് ഇങ്ങോട്ട് ചോദിക്കുകയാണ് എനിക്ക് അമ്മ അപ്പം തന്നെ ഒരു കരിക്ക് വാങ്ങിച്ച് വെട്ടിപ്പൊടിച്ച് വെള്ളവും കൊടുത്ത് അതിൻ്റെ കാമ്പം കൊടുത്ത്. പുള്ളി അന്നും ഒരു കൊച്ച് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും കഴിക്കൽ നിർത്തിയിട്ടില്ല. ഇതാണ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. അതാണ് അവർ പറയണത് എനിക്ക് ഉടമ്പടി ജീവിതത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് ഞാൻ പോവുകയാണെന്ന്. ഇതൊരു ജീവിതമാണ്. ഈ വിശ്വാസം ഇങ്ങനെയൊക്കെ തന്നെ പോകണം. വിശ്വാസത്തിൻ്റെ ഈ മേഖലകളിലൂടെയാണ് ഇതിൻ്റെ ഡിവൈൻ മെലിയു എന്ന് പറയുന്ന സംഭവം, ദൈവമേഖല എന്ന് പറയണത്. ഇവിടെ ആശയവാദങ്ങളില്ല, പ്രായോഗികമായ അനുഭവവാദങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പ്രായോഗിക അനുഭവവാദങ്ങൾക്ക് വേണമെങ്കിൽ നിനക്ക് വിശ്വാസക്കളുപരി ദൈവസ്നേഹം ഉണ്ടാകണം. ഉടമ്പടിയുടെ ഓരോ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും നിന്നെ ദൈവസ്നേഹത്തെ വളർത്താൻ വേണ്ടിയുള്ള നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു ബോധം ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് ഉണ്ടാകണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കളെ കൈ നെഞ്ചത്ത് വെക്കുക. നീ എവിടെയാണ് നിൽക്കണമെന്ന് ഓർക്കുക. അമ്മ പ്രത്യക്ഷപ്പെട്ട പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അംഗീകരിച്ച സമയഘടികാരം ചാർത്തി പ്രത്യക്ഷപ്പെടുന്ന ആധ്യാത്മിക ചരിത്രത്തിലെ ഒരു അന്യമായ ഒരു അതുല്യമായ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നാളത്തെ കാലങ്ങളിൽ 10,000കണക്കിന് തലമുറകൾ ദൈവത്തെ അന്വേഷിച്ച് വരേണ്ട ഒരു സ്ഥലമാണിത്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്ന. ഭാഗ്യവാന്മാരാണ് നമ്മൾ. ദൈവം ഈ ജനതയ്ക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടി ചെയ്യാവുന്ന മഹാകാര്യങ്ങൾ, അതിൻ്റെ ആദ്യ പാഠങ്ങൾ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു വലിയ തലമുറയുടെ ഭാഗമാണ് നമ്മൾ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരും നിൻ്റെ രോഗങ്ങൾ ആദ്യം പ്രാർത്ഥിച്ച് മാറ്റുകയാണ്. നീ ഇടത് നെഞ്ചിൽ കൈവെക്കണം. വലത് കരം കൊണ്ട് ഇടത് നെഞ്ചിൽ കൈവെക്കണം. ഇടത് കൈ കൊണ്ട് നീ നിൻ്റെ ശിരസിൽ കൈവെക്കണം. ഉച്ചമുതൽ ഉള്ളംകാല് വരെ നീ കർത്താവിനെ സമർപ്പിക്കണം. അമ്മ നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. നിൻ്റെ രോഗങ്ങൾ, പീഡകൾ, ഞെരുക്കങ്ങൾ, ആന്തരിക അവയവങ്ങൾ, അതിൻ്റെ കെടുതികൾ, സിസ്റ്റുകൾ, മൊത്തത്തിൽ കല്ലുകൾ, പാങ്ക്രിയാസിൻ്റെ കല്ലുകൾ, പഴുപ്പുകൾ, ക്യാൻസർ രോഗങ്ങൾ, പല സ്റ്റേജുകൾ, ഭക്ഷണം കഴിക്കാത്ത അവസ്ഥകൾ, ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ ദൈവം നിനക്ക് വേണ്ടി എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയും മഹത്വവും നിന്നെ കാണിക്കുന്ന അതുല്യ വെളിപാടിൻ്റെ വലിയ സ്വർഗീയ ഇടങ്ങളിലേക്ക് കർത്താവ് നിന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷ ശക്തിയാൽ ഈ അൾത്താരയിൽ നടന്ന 10,000കണക്കിന് ആരാധന ശക്തിയാൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകൻ്റെയും ആന്തരിക രോഗങ്ങൾ, ബാഹ്യ രോഗങ്ങൾ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മാരക രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ. എന്നിൽ നിറയണമേ. സൗഖ്യം നൽകണമേ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജോലി, വീട്, വിവാഹം, ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ, യാത്ര, സാമ്പത്തിക മേഖലകൾ, കേസുകൾ, ജയിലുകൾ, യാത്രകൾ, തിരികെ വരുന്ന അവസ്ഥ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, വിവാഹം തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, വീട് സ്ഥലവുമില്ലാത്തവർ, എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ വലിയ ശക്തി, മാതാവിൻ്റെ വലിയ മാധ്യസ്ഥ സഹായം ലഭിക്കുന്ന വലിയ സമയമാണ്. കർത്താവേ സ്തുതിക്കട്ടെ. നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത ക്ലേശങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മാറിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും ഈ ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. സാക്ഷികളാക്കി ദൈവ സ്നേഹത്താൽ നോക്കണമേ. എല്ലാവരും മുട്ടേന്നിക്കുക. അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മാസങ്ങളായി നടക്കാത്ത വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധയുടെ മാധ്യശിക്ഷയ്ക്ക് സമർപ്പിക്കുക. ഡേറ്റുകളെ സമർപ്പിക്കുക. നമ്മൾ വീണ്ടും ഈ ആരാധന കൂടുന്നവരെയുള്ള ഒരാഴ്ച മുഴുവനും പ്രധാനപ്പെട്ട ഡേറ്റുകൾ, പ്രസവത്തെ ഡേറ്റ്, ഓപ്പറേഷൻ ഡേറ്റ് സമർപ്പിക്കുക. വസ്തു വിൽപ്പനയുടെ ഡേറ്റ്, ജപ്തിയുടെ ഡേറ്റ്, പരീക്ഷ ഡേറ്റ്, ഇൻ്റർവ്യൂ ഡേറ്റ്, വിസ പ്രോസസ്സിംഗ് ഡേറ്റ്, കയറി പോകാൻ ഡേറ്റ്, തിരിച്ചു വരേണ്ട ഡേറ്റ്, സ്ഥലം രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ്, എല്ലാം, വീട്ടു പൊറുതിയുടെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓരോ തീയതികൾ, നിന്നെ വേദനിപ്പിക്കുന്ന ഓരോ തീയതികളിൽ, നിന്നെ സങ്കടപ്പെടുന്ന തീയതികൾ കർത്താവിന് സമർപ്പിക്കട്ടെ. സമയത്തിനും അധികാരിക സഞ്ചാരി മാതാവ് സഞ്ചരിച്ചെത്തിക്കൊണ്ട് നിന്റെ സമയത്തിന് അധികം സ്ഥാപിച്ചുകൊണ്ട് നിന്നെ സംരക്ഷിക്കട്ടെ. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ദൈവമേ മഹത്വം. എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ, എന്നിൽ നിറയണമേ, സൗഖ്യം നൽകണമേ. ധ്യാനം ചെയ്യുന്ന എല്ലാവരും ഈ ധ്യാനം വീണ്ടും കേൾക്കണം. ഇത് ഓൺലൈനിൽ ദൈവം തരുന്ന ധ്യാനമല്ലേ, ഇത് വീണ്ടും കേൾക്കണം. കേൾക്കുക മാത്രമല്ല, ഷെയർ ചെയ്യണം. ബഹുമാനപ്പെട്ട ജീന സിസ്റ്റർ കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റിയിൽ ഒരു സംഭവം അവതരിപ്പിച്ചു. 2 കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാർ ഉടമ്പടിയാണെന്ന് നടക്കുന്നുണ്ട്. ഉടമ്പടി ധ്യാനം ഒരു ദിവസം, ഒരു ആഴ്ച ധ്യാനം നിങ്ങൾ കൂടിയില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയുടെ ഭാഗമല്ല. അതറിയണം. ഉടമ്പടി 2 കൊല്ലമായിട്ട് ധ്യാനം കൂടെ, കാര്യം അവരോട് പറഞ്ഞില്ലെന്നാണ് അവർ പറയണത് ആരും. അപ്പം അതുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്യണം, അത് ഷെയർ ചെയ്യുകയും ചെയ്യണം, സാക്ഷ്യം ഷെയർ ചെയ്യണം. ദൈവത്തിന് തോന്നണം നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടെന്ന്. അങ്ങനെ തോന്നിയ പ്രേക്ഷിത ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ആത്മനിക്ഷേപം എന്ന് പറയുന്നത്. അത് നമുക്കുണ്ടെങ്കിലേ പിന്നെ നമുക്ക് വേറെ അതാണ് നമ്മുടെ കോൺഫിഡൻസ് ആയിരുന്നു കവനൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫ്രൂട്ട്സ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ, ദിവികാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അവൻ പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തെ ലക്ഷ്യമാക്കി ശത്രുക്കളെ പാദപീഠമാക്കുവോളം കർത്താവിൻ്റെ വലതുവശത്തിരുന്നു കൊണ്ട് ഈശോയെ സമയം ചുരുക്കി ഞങ്ങളെ നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ, ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവികാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ആഗ്നസ്. ഞാൻ ചരിയന്തുരുത്ത്, എറണാകുളം ജില്ലയാണ്. ചരിയന്തുരുത്ത് വേളാങ്കണ്ണി മാത ഇടവകയിലാണ് വരുന്നത്. ഞാനിവിടെ കഴിഞ്ഞ നവംബർ 4-ാം തീയതിയാണ് ഇവിടെ നിന്ന് ആദ്യമേ ഉടമ്പടി എടുത്തത്. അതിക്ക് മുന്നേ ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിരുന്നു, ഒക്ടോബറിൽ വന്നിരുന്നു. ലോക്ക്ഡൗൺ ആയിട്ട് ഇവിടെ മൊത്തം അടച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ വളരെ കണ്ണീരിൻ്റെ വക്കിൽ നിൽക്കുന്ന, ഇനി എന്ത് ചെയ്യും, പിന്നെ ഞാൻ എങ്ങോട്ട് പോകും എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എൻ്റെ വിചാരം ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നാണ്. വേറെ ഒന്നും എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ സമയത്താണ് ഇവിടെ രണ്ടാമത് വന്ന് ഉടമ്പടി എടുത്തു. ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് ഇവിടെ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി കഴിഞ്ഞ് ഞാൻ ഇവിടെ ധ്യാനത്തിൽ പങ്കുചേർന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ കൂടിയും എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, പരിശുദ്ധ അമ്മ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകൂ, അതല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് ഞാൻ പോവുകയാണ്. എനിക്ക് അതിനൊരു തെളിവായിട്ട് ജോസഫ് അച്ഛൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നില്ലെങ്കിൽ അമ്മ ഈ ധ്യാനം തീരുന്നതിന് മുന്നേ എന്നെ നോക്കി കണ്ണ് ചിമ്മി കാണിക്കണം, അല്ലെങ്കിൽ ജോസഫ് അച്ഛൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയണം. ഈ രണ്ട് കാര്യവും നടക്കാത്ത കാര്യമാണ്. എനിക്ക് 100% 200% ഉറപ്പായിരുന്നു. ഞാൻ അങ്ങനെ നിന്നു. ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞില്ല, ജോസഫ് അച്ഛൻ പറയുകയാണ്, ഞാനപ്പോൾ നിന്നിരുന്ന ഈ തൂണിൻ്റെ വശത്താണ്, തൂണുമ്മ ചാരി നിന്നിരുന്നത്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ആ തൂണുമ്മ ചാരി നിൽക്കുന്ന മകളെ കണ്ടോന്ന്. അപ്പോൾ എനിക്ക് പൂർണ്ണമായും വിശ്വാസമായി. ഞാൻ പറഞ്ഞിട്ട് നടക്കാത്തൊരു കാര്യം 200% എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, അതൊരിക്കലും നടക്കില്ല എന്ന്. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ മാതാവ് ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെ എനിക്ക് നടത്തി തന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോയി. ഉടമ്പടിയിൽ വെച്ച് നിയോഗം എൻ്റെ സഹോദരൻ വിദേശത്തായിരുന്നു. ഉദരസംബന്ധമായി വളരെയധികം ബുദ്ധിമുട്ട് ആയിട്ട് ഞങ്ങൾ ആദ്യമൊന്നും അറിയിച്ചില്ല. 2 മാസത്തോളം പണിക്ക് പോകാതിരിക്കുന്നു. അതേപോലെ തന്നെ വളരെ ബുദ്ധിമുട്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ബോഡി വെയിറ്റ് ലോസായി. ആകെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നാട്ടിലേക്ക് പോരാൻ ഒരുപാട് തടസ്സമുണ്ടായിരുന്നു. കാരണം കൊറോണ കാലഘട്ടം, സൗദിയിലുമാണ്. പിന്നെ ഒരുപാട് പണിയുടെ എന്തോ കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസംബർ 7-ാം തീയതി അമ്മയുടെ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി ധ്യാനത്തിന് ഇവിടെ വന്ന് തന്നെ പങ്കുചേർന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ച ആൾ നാട്ടിലെത്തി. അന്ന് തന്നെ ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോണ സമയത്തിന് മുന്നേ തന്നെ അമ്മയുടെ തൈലവും ഉപ്പും കൊടുത്തിട്ടാണ് പോയത്. അവിടെ വന്ന് ഡോക്ടറെ കണ്ടു. ഡോക്ടർ സ്കാൻ ചെയ്തു. വയറ്റിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്, ബയോപ്സി ചെയ്യണം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു. ആ അവസ്ഥയിൽ അമ്മയോട് മുറുകെ പിടിച്ചെങ്കിലും ഞാൻ പറഞ്ഞു, അമ്മേ, നീ തരുന്ന രോഗം എന്താണെങ്കിലും ഇരുകൈന്നിട്ട് സ്വീകരിക്കുന്നു, പക്ഷേ മാറാരോഗം തന്നെ ഞങ്ങളെ വേദനിപ്പിക്കരുത്, മരുന്നുകൊണ്ട് മാറ്റുന്ന രോഗത്തിലേക്ക് നീ ചുരുക്കി തരണമെന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായും അമ്മയോട് അപേക്ഷിച്ചത്. അമ്മ ബയോപ്സി റിസൾട്ടിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന, വേദനയ്ക്കുള്ള മരുന്നോ മെഡിസിനോ ഒന്നും അവർ കൊടുത്തില്ല. പക്ഷേ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഒരു മരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മയുടെ ഉപ്പും തൈരും ഉണ്ടല്ലോ. ഇത് കഴിച്ച് 2 മാസത്തോളം ഉറങ്ങാൻ പറ്റാതെ, ഭക്ഷണം കഴിക്കാൻ പറ്റാതിരുന്ന ആൾ 2-ാം ദിവസം തുടങ്ങി നോർമലായി എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. ബയോപ്സി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം എൻ്റെ അനിയത്തിക്കും ഹസ്ബൻഡിനും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എനിക്ക് കാണിച്ചു തന്നത്, അമ്മയുടെ രൂപത്തിലേക്ക് നോക്കി നമുക്കൊരു ഹൃദയം കാണാൻ പറ്റും. ആ ഹൃദയം എടുത്ത് എൻ്റെ സഹോദരൻ്റെ ഹൃദയത്തിലേക്ക് വെച്ചിരുന്നൊരു കാഴ്ചയാണ് അമ്മ മാതാവിനെ കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ടിരുന്നു, വേറെ കുഴപ്പങ്ങളുണ്ടായില്ല. അതുപോലെ തന്നെ റിസൾട്ട് വന്നു. ഞാൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ മരുന്നുകൊണ്ട് മാറ്റാവുന്ന രോഗത്തിലേക്ക് ചുരുക്കി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് എൻ്റെ 3 വയസ്സുള്ള കുഞ്ഞിനെ പനി വിട്ടു മാറുന്നുണ്ടായിരുന്നില്ല. അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. രാത്രി ഒരു 7 മണിയായപ്പോൾ റിസൾട്ട് വന്നു. ഉടനെ തന്നെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യണം, ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, വേറെ ഒന്നും പറഞ്ഞില്ല. അത് കേട്ടപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ കയ്യിൽ കൊന്ത, കാശ് രൂപം,
കാശ് രൂപ എൻ്റെ കഴുത്തിലിട്ടിരിക്കുകയാണ്. കാശ് രൂപം, അതുപോലെ ഉപ്പും തൈലും ഒക്കെ എൻ്റെ കയ്യിലുണ്ടാവും. എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ ആ സമയത്ത് അതൊക്കെ കൂടെ ഉണ്ടെങ്കിൽ കൂടി ഞാൻ പെട്ടെന്ന് അറിയാതെ കരഞ്ഞതിന് ശേഷമാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ എന്തിനാണ് കരയുന്നത്, എൻ്റെ കൂടെ മാതാവില്ലേ. ഞാൻ പറഞ്ഞു, മാതാവേ ICUലോട്ട് നീ ഷിഫ്റ്റ് ചെയ്യരുതും, കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിനടുത്ത് തന്നെ വേണം. ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാതെ പറ്റില്ല, കാരണം ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് 20,000-ൽ താഴെയായി, അതുകൊണ്ട് ഇനി അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അമ്മ മാതാവിനെ മുറുകെ പിടിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ICUവിൽ ബെഡില്ല, ICUവിൽ നോക്കുന്നത് പോലെ റൂമിൽ നോക്കണം എന്ന്. ആ അവസ്ഥയിൽ ഞാൻ അമ്മയോട് ഒത്തിരി നന്ദി പറഞ്ഞു. എൻ്റെ റൂമിൻ്റെ അരികിൽ തന്നെ അമ്മ മാതാവിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് രാത്രി മുഴുവൻ ആ രൂപത്തിൽ ഉറങ്ങിയിട്ടില്ല, 3:30 വരെ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായാണ് ഇത്രയേറെ പ്രാർത്ഥിച്ച ജപമാല ചൊല്ലി. എത്ര ജപമാല ചൊല്ലിക്കൂട്ടിയത് എനിക്ക് തന്നെ അറിയില്ല. എൻ്റെ കണ്ണുനീര് മുഴുവൻ ആ രൂപത്തിൻ്റെ കാൽപാദത്തിൽ വീണ് നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്. ഞാൻ ആ അവസ്ഥയിൽ വെളുപ്പിന് 3:30 ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു വീണ്ടും ബ്ലഡ് ചെക്ക് ചെയ്യണം, ഇനിയും കൗണ്ട് താഴെയാണെങ്കിൽ എന്തായാലും ICUവിലേക്ക് ഷിഫ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞു എടുത്തോളൂ എന്ന് പറഞ്ഞു. 3:30 ആയപ്പോൾ ബ്ലഡ് എടുത്തു. രാവിലെ ഡോക്ടർ വന്നപ്പോഴേക്കും ഡോക്ടർ എന്നോട് അതിശയത്തോടെ പറയുകയാണ്, ഇതെങ്ങനെ സംഭവിച്ചു? 20,000-ൽ താഴെയുണ്ടായിരുന്ന പ്ലേറ്റിൽ കൗണ്ട് വെറും 7 മണിക്കൂർ കൊണ്ട് 2.7 ലാഖിലേക്ക് എത്തി. അമ്മ മാതാവ് ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്നു. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഏറ്റവും വലിയൊരു നിയോഗമായിരുന്നു എൻ്റെ അനിയത്തിക്ക് ഒരു സ്ഥലം വാങ്ങിക്കണമെന്നത്. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ സ്ഥലം വാങ്ങിക്കാനുള്ളൊരു ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി ഞാൻ നടക്കാത്തൊരു കാര്യം പോലെ ഞാനത് വെച്ചു. ഇത്രയും നാളായിട്ടും അതിനൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷേ പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഒരു 4 സെൻറ്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി ഞങ്ങളങ്ങനെ തയ്യാറെടുത്തു. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് അമ്മ മാതാവിൻ്റെ ഇടപെടലാണ്, നമ്മളൊന്നും വിചാരിക്കാത്ത സമയത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം പോയി കണ്ടു. തിരിച്ചു വന്നപ്പോഴേക്കും പറയുകയാണ് ആ സ്ഥലം ഞങ്ങൾക്ക് തരാൻ താല്പര്യമില്ല, അത് വേറെ കൊടുത്തുപോയി. ആ അവസ്ഥയിൽ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് നിൽക്കുകയില്ല. 1/2 മണിക്കൂറിനുള്ളിൽ 4 സെൻറ്റ് സ്ഥലത്തിന് പകരം ഞങ്ങൾക്ക് 5 സെൻറ്റ് സ്ഥലം തന്ന് മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ കുഞ്ഞ് 3 വയസ്സേ ഉള്ളൂ, അവൾ അംഗൻവാടിയിലാണ് പോകുന്നത്. അവൾ എല്ലാ ദിവസവും പോകുമ്പോൾ മാതാവിൻ്റെ തൈലം കുരിശ് വരച്ചതിന് ശേഷം എന്നോട് ചോദിച്ച് നെറ്റിയിൽ അവൾ വാങ്ങി കുരിശിട്ടിട്ടേ അവൾ പോകൂ. ഞാൻ മറന്നുപോയാൽ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും. അതുപോലെ അംഗൻവാടി ചെല്ലുമ്പോൾ അവളുടെ ടീച്ചർ പറയും ഈ കുഞ്ഞ് എല്ലാ ദിവസവും കൃപാസന അമ്മയെക്കുറിച്ച് ഇവിടെ എല്ലാവരോടും പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ഉടമ്പടി പത്രം വാങ്ങിയ സമയത്ത് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി, പത്രത്തിനൊപ്പം കൊടുക്കാൻ വേണ്ടി കാശ് രൂപം വാങ്ങിയിരുന്നു. അങ്ങനെ ഈ കാശ് രൂപം കണ്ടപ്പോൾ അവൾ നിർബന്ധം പിടിച്ച് അംഗൻവാടി പോകുന്ന സമയത്ത് എന്നോടൊരു കാശ് രൂപം വാങ്ങിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ടുപോകണ്ടെന്നോട്ട് അവൾ സമ്മതിച്ചില്ല. അന്ന് അവൾക്ക് വാശിയായിരുന്നു. ഞാൻ കൊടുത്തു വിട്ടു. അങ്ങനെ ഞാൻ അവളെ ആക്കിയിട്ട് തിരിച്ചു വന്നു. വൈകുന്നേരം അവളെ വിളിക്കാൻ ചെന്നപ്പോൾ അവളുടെ ടീച്ചർ എൻ്റെ അടുത്ത് പറയുകയാണ്, മോളെ ഞാൻ ഇന്ന് വളരെയധികം വിഷമിച്ചാണ് അംഗൻവാടിയിലേക്ക് വന്നത്. ഞാൻ വന്ന് കയറിയപ്പോൾ ഈ കുഞ്ഞ് എനിക്ക് പറഞ്ഞു ടീച്ചർ ഇത് വെച്ചോളൂ, ഈ കാശ് രൂപം ഇത് ടീച്ചർ മാലയിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ എൻ്റെ അടുത്ത് ടീച്ചർ പിന്നെ കരയാൻ തുടങ്ങി. ടീച്ചർ പറഞ്ഞു മോളെ എനിക്ക് കുടുംബത്തിലൊരു സമാധാനമില്ല, മാസങ്ങളായി സമാധാനമില്ല, ദിവസങ്ങളായി ഉറങ്ങിയിട്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ വെച്ച് ഞാനും പ്രാർത്ഥിക്കാം. ടീച്ചറും ഇത് വെച്ച് പ്രാർത്ഥിച്ചു. ടീച്ചർ അക്രൈസ്തവയാണ്. അങ്ങനെ ടീച്ചർ അന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഉപ്പും കൊടുത്തു. ഞാൻ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോഴേക്കും ഉപ്പ് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് വീടിൻ്റെ 4 മൂലയ്ക്കും ഇട്ടോളൂ എന്ന് പറഞ്ഞു. രാവിലെ ഞാൻ കൊച്ചിനാക്കാൻ വേണ്ടി അംഗൻവാടി ചെന്നപ്പോൾ ടീച്ചറിൻ്റെ അടുത്തോട്ട് പറയണം മോളെ ഇത്രയും ദിവസമായി കുറേ ദിവസങ്ങൾ ഉറങ്ങിയിട്ട് ഇന്നലെ ഞങ്ങളെല്ലാവരും നേരത്തെ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയെന്ന്. ടീച്ചറും ഇപ്പോൾ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു തുടങ്ങി. പിന്നെ എൻ്റെ കുഞ്ഞാണെങ്കിൽ കൂടിയും 3 വയസ്സുള്ളെങ്കിൽ കൂടിയും അവൾക്കും എൻ്റെ കുടുംബത്തിനൊക്കെ പരിശുദ്ധ അമ്മയിലേക്ക് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ആഴമായ ഒരു വിശ്വാസം നൽകി ഞങ്ങളെ പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും അനുഗ്രഹിച്ചു. അതേപോലെ ജോഷുവ 1:9 നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടാകും. സങ്കീർത്തനൻ പറയുന്നത് പോലെ നീ നടക്കേണ്ട വഴി നിൻ്റെ ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു തരും. അച്ഛനോട് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഉടമ്പടി എടുത്ത സമയത്ത് മുതൽ ഞാൻ നടക്കേണ്ട വഴി എൻ്റെ കൈ പിടിച്ച് കാണിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ചെങ്കടലിൽപ്പെട്ട പോലെ ഞാൻ നോക്കി നിന്നിട്ട് എങ്ങനെ ഞാൻ അക്കരയ്ക്ക് കടക്കും എന്ന് ആലോചിച്ചു. പക്ഷേ ആ അവസ്ഥയിൽ പോലും എനിക്ക് മാതാവ് ഈശോയുടെ മധ്യസ്ഥം വഹിച്ച് ചെങ്കടൽ വലിച്ചു മാറ്റി അപ്പുറത്തേക്ക് പോകാനുള്ള വഴി എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അതുപോലെ ഈ ഉടമ്പടി എടുത്ത് ഞാൻ ആദ്യ നാളുകളിലേക്ക് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നും തന്നെ അധികം കാര്യമായി ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ ആദ്യത്തെ തവണ പുതുക്കിയതിന് ശേഷം എനിക്ക് തന്നെ തോന്നി എൻ്റെ ഉടമ്പടിയിൽ കുറച്ച് പാളിച്ചകളുണ്ട്, മാറ്റാനുണ്ട്, ഞാൻ തന്നെ വിശുദ്ധീകരിക്കാനുണ്ട്. കാരണം ജോഷുവ 3:5 പറയുന്നുണ്ട് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കും, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. ഞാനപ്പോൾ എൻ്റെ ഉടമ്പടി പറഞ്ഞതുപോലെ ബൈബിൾ ഞാൻ കൈകൊണ്ട് എടുക്കില്ലായിരുന്നു. ബൈബിൾ വായിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന പോകാൻ തുടങ്ങി. അതൊക്കെ ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ജീവിതകാലം മുഴുവൻ ഈ മണ്ണിൽ കാലുകുത്തും. എത്ര കണ്ണുനീരോടെ വന്നാലും ഇങ്ങനെയൊരു സ്ഥലം നമുക്ക് കാലുകുത്താൻ പരിശുദ്ധ അമ്മയും ഈശോയും തന്നതിനും ഇങ്ങനെ ഇത്രയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷിക്തനെ തന്ന ദൈവം അനുഗ്രഹിച്ചതിനും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും എൻ്റെ യേശു അപ്പയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു.